നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അടിമത്ത കാലഘട്ടത്തിൽ ആത്മവിസ്മൃതിയിലേക്കാണ് നമ്മൾ. ആ ആത്മവിസ്മൃതിയിൽ നിന്ന് നമ്മൾ ഉയർത്താൻ വേണ്ടി നിരവധി മഹാപുരുഷന്മാർ ആവിർഭവിച്ചു. പ്രാതസ്മരണീയനായ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ആ വാക്യം നേരത്തെ ഇവിടെ ആമുഖ പ്രഭാഷണം ചെയ്ത പൂജ്യ നന്ദാത്മജാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, വരുന്ന 50 വർഷം ഭാരതാംബയാകട്ടെ നിങ്ങളുടെ ഉപാസ്യ ദേവത എന്ന്. പക്ഷേ നമ്മൾ ആ വാക്യം ശിരസിലേറ്റിയോ? ഏറ്റിയിരുന്നെങ്കിൽ 1947 ഭാരതം സ്വതന്ത്രയാകുമായിരുന്നു. ഉണ്ടായില്ല, മുറിച്ചു മാറ്റപ്പെട്ടു, ഛിന്ന ഭിന്നമായി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം രൂപം കൊണ്ടു, അതും പകൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും പറ്റുന്ന സമയത്ത്. ബാക്കിയുള്ള എല്ലാ സ്ഥാനവും കൂടി പൊതുവെ നമ്മൾ ശുഭകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാത്ത അർദ്ധരാത്രി മറ്റൊന്നായി. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ധീരദേശാഭിമാനികളുടെ കാലോചിതമായ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഭാരതത്തിന്റെ പുനരേകീകരണം വലിയൊരളവോളം സംഭവിച്ചു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ടോ അധികാര കസേരയിൽ ആളുമാറിയിരുന്നത് കൊണ്ടോ രാഷ്ട്രത്തിന്റെ മഹത്വത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല. രാഷ്ട്രത്തിന്റെ മഹത്വം വീണ്ടെടുക്കണമെങ്കിൽ സ്വന്തം ചരിത്രബോധം ഉൾക്കൊണ്ട, ബൗദ്ധിക വിഭവത്തെ ഉൾക്കൊണ്ട, കായിക ശേഷിയുള്ള, ശാരീരികവും ബൗദ്ധികവുമായ സമന്വയമുള്ള സമൂഹം ഉരുത്തിരിഞ്ഞു വരണം.